വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം? സാധ്യമാക്കാം REG ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ചുകൾ. ഹായ് ഹലോ, ഇപ്പം നമ്മളുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും ലക്ഷറി വീട്ടിലാണുള്ളത്. ആൻഡ് ഇവിടുത്തെ ഓണേഴ്സ് എന്ന് പറയുന്നത് ബാബുച്ചായനും ഓമനയമ്മയാണ്. ഭയങ്കര ഭംഗിയുള്ള വീടാണ്, ഒരു പാലസ് ആണ്. നമുക്ക് കണ്ടോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓണർ ബാബുച്ചായൻ, ക്രിയേറ്റീവ് ഹെഡ് അല്ലേ? അപ്പോൾ നമ്മൾ വീട് പുറത്തുനിന്ന് കണ്ടു, മനോഹരമായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് കയറി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മെയിൻ ഡോറ് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു മരത്തിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് അല്ലേ? ഏത് മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത്? തേക്കാണ് അല്ലേ? ഓക്കെ. ഈ തേക്കിലാണെങ്കിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കൈകൊണ്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഡിസൈൻ ഒക്കെ അപ്പൊ ആരാ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഓക്കെ. അങ്ങനെ ഇപ്പൊ ഭയങ്കര ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ള ഒരു ഡോറാണ് മെയിൻ ഡോറ്. അപ്പൊ ഈ മെയിൻ ഡോറിന് തന്നെ നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? കാരണം കണ്ടാൽ തന്നെ അറിയാം, ഹൈറ്റ് ആയാലും കൂടുതലാണ്, കൂടുതലാണ് ആയിട്ടുണ്ട്. ഒരു പണിക്കൂലി ഉൾപ്പെടെ ആണെങ്കിൽ ഒരു 3 രൂപ 3 ലക്ഷം 4 ലക്ഷം രൂപ ആയിട്ടുണ്ട്. മെയിൻ ഡോറിന് തന്നെ ഒരെണ്ണത്തിന് മേലെ നമ്മൾ ഇതേ സെയിം ഡിസൈൻ ആണ് 7 ലക്ഷം രൂപ ഡോറിന് പോയി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അകത്തേക്ക് കടന്നു നോക്കാം. വാവ്, തുറക്കുമ്പോ തന്നെ ഒരു വാവ് അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മളെ മെയിൻ ഹാളായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡോം ഉണ്ട് മേലെ, അതിൽ ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. ഈ ഷാൻലിയർ ഒക്കെ നമ്മളെ കേരളത്തിൽ എന്തായാലും കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ഇത് എവിടുന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇറ്റലിയാണോ? ഓ, ഇതാണോ നമ്മളെ ഷാൻലിയേഴ്സിൽ ഏറ്റവും വലിയ ഷാൻലിയർ? ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഇവിടെ പല സ്ഥലത്തും ഷാൻലിയേഴ്സ് ഉണ്ട്, എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നത് തന്നെ ആയിരിക്കും അല്ലേ? ചൈനയിലുണ്ട് കുറച്ച്. ഓക്കെ, ചൈനേൻ്റെ ഉണ്ട്, ഇറ്റലീൻ്റെ ഉണ്ട്. അപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഈ സോഫ ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ സോഫയൊക്കെ നമ്മൾ എങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്? ഇന്ത്യയിലല്ല, ചൈനയിലാണ്. ഓക്കെ. അവിടെ ഈ റോയൽ ഫാമിലിയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവരവിടെ ചെയ്തപ്പോൾ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കാർപ്പൻറ്ററെ പഠിപ്പിച്ച് എടുപ്പിച്ചതാണ്. പിന്നെ ഫാബ്രിക് ഒക്കെ ലെതർ ഫിനിഷിൽ ചെയ്തെടുത്തു. അതൊരു നല്ലപോലെ ചെയ്യുന്ന ഒരാൾ ഈ അടുത്ത ഏരിയയിലുണ്ട്. ഈ ഒരു ഇങ്ങനെ ഒരു പാറ്റേണിൽ ചെയ്യണമെന്ന് തോന്നാൻ, ഈ ഒരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ചെയ്യണമെന്ന് തോന്നാൻ കാരണം? ഇപ്പൊ ഇവിടെ കൈപ്പൂട്ട് തന്നെ ഇപ്പൊ ഏകദേശം ഈ സ്ഥലത്ത് തന്നെ ഒരു 10,000 വീട് കാണുമല്ലോ പറഞ്ഞത്. അതുപോലെ ഒരു വീട് ഞാൻ കൂടെ ഒന്നുകൊണ്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രയോജനമില്ലല്ലോ ആളുകൾക്ക്. ഒരു മാറ്റത്തിന് വേണ്ടി. അത് ശരിയാണ്. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കും, ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ സമ്പത്ത് പോകുന്നത് നോക്കിയില്ല, മാറ്റങ്ങളാണ് ഉദ്ദേശിച്ച്. എനിക്ക് തന്നെ ഉണ്ടല്ലോ കേരള സ്റ്റൈൽ വീടുണ്ട്. അപ്പൊ ഇനി പുതുതായിട്ട് നോക്കുമ്പോൾ ഈ സ്റ്റൈൽ വേണ്ടാന്ന് തോന്നുന്നു. എവിടെയാണ് ചേട്ടൻ ശരിക്കും എവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ? മസ്കറ്റിലാണ്. അതൊരു ബിസിനസ് ചെയ്യുക. ഇപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ വീട്? 12,000 ഉണ്ട്. ഇത് പണിയുന്ന സമയത്ത് കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഇത്രയും അതെ ഇത് പാവങ്ങൾക്ക് കൊടുത്തൂടെ അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നേ? പാവങ്ങൾക്ക് 2 വീട് കൊടുത്തു, അവര് താമസിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് താമസിക്കുന്നത്. കേട്ടല്ലോ. ഇനി നമുക്ക് വരുന്നത് ഈ താഴെയുള്ള ഏരിയയില് നമുക്ക് ഇനി അങ്ങോട്ടാണ് വരുന്നത് അല്ലേ? അപ്പം ഇതാണ് നമ്മളെ സോഫ സെറ്റും TV ഒക്കെ വരുന്നത്. ഓക്കെ ഓക്കെ. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള സോഫാസ് ആണോ? ഇവിടെ തന്നെ മാർക്കറ്റിൽ വാങ്ങിച്ചത് ആണല്ലേ? ഓക്കെ. ഇനി നമുക്ക് താഴെ ബാക്കി എന്തൊക്കെ സ്പേസസ് ഉള്ള? ഇതൊരു ഗസ്റ്റ് റൂമാണ്. ഇത് ഗസ്റ്റ് ആരെങ്കിലും പിയാനോ വായിക്കുന്നവരുണ്ടോ? മോള് പഠിക്കുന്നുണ്ട്. മൂത്താളാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതെല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെയൊക്കെ കർട്ടൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു പുതിയ സ്റ്റൈലും അങ്ങനെ എല്ലാം യൂറോപ്യൻ സ്റ്റൈലാണല്ലോ. ഇതൊക്കെ എവിടെ നിന്നാണ് ചെയ്തെടുത്തിട്ടുള്ളത്? ഇത് എനിക്ക് തോന്നുന്നത് കൊറിയയാണെന്ന് തോന്നുന്നു. കൊറിയ. ഓക്കെ. അപ്പൊ കുറെ സ്ഥലങ്ങള് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഡബിൾ ഹൈറ്റ് ആണ്. മേലെ സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്ലാഡിംഗ് ഉണ്ട് അല്ലേ? നല്ലൊരു കളർഫുൾ ആണ്. പല കളേഴ്സ് ആയിട്ട്
നിൽക്കുന്ന ഒരു ക്ലാഡിംഗ് ആണ്. ആ സ്കൈലൈറ്റ് കൂടി വീഴുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതാണോ ചേട്ടൻ്റെയും റൂം വരുന്നത്? ഓക്കെ ഓക്കെ, അങ്ങനെ ഇത് എല്ലാം ആ ഒരു വുഡൻ ഷെയ്ഡാണ് മെയിനായിട്ട് പോയിട്ടുള്ളത്. ഡിസൈൻസ് ഒക്കെ ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി പൂളിന്റെ ഏരിയ ഒന്ന് കാണാം. ഓക്കെ. ഓ, ഈ പൂളൊക്കെ ചെയ്തത് ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണോ? ഇവിടെ ഉള്ള ആളാണ്. ഈ ടൈലൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാണോ ചെയ്തിട്ടുള്ളത്? ഓക്കെ, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ആ ഹോൾസ്, ഞാൻ നേരത്തെ ദൂരത്തുനിന്നാണ് കണ്ടത്. അപ്പം ഇത് എടുത്തുനിന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള വർക്കാണ്. അപ്പം നമുക്കിവിടെ പൂള് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷവർ ചെയ്യാനുള്ള ഒരു ചെറിയ ഏരിയ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വൃത്തിയായിട്ടാണല്ലോ ഇറങ്ങേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി ഡൈനിങ് സ്പേസ് നോക്കി നോക്കാം. ഈ ഡൈനിങ് 8 സീറ്റർ ആണ്. ഇതിന്റെ ടേബിള് കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞ വുഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതല്ല, ഈട്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അല്ലേ? ഇത് ഈട്ടി അത്ര വഴങ്ങുന്ന ഒരു തടിയല്ലല്ലോ. അവരെല്ലാം കൈകൊണ്ട് ചെയ്തായത്. നല്ലപോലെ അവർ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെ അല്ലേ? പക്ഷെ കഷ്ടപ്പെട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അങ്ങനെ. ഇതിപ്പോ നമുക്ക് നീക്കിടാനൊക്കെ നല്ല പണിയായിരിക്കുമല്ലോ. ഇത് നമ്മളൊന്നും നോക്കി നീങ്ങത്തില്ല. ഒന്ന് ട്രൈ നോക്കി. അല്ലെങ്കിൽ എനിക്കൊന്നും നീങ്ങാറില്ല. ഇതിനിപ്പോ ഈ ഒരു ഫുൾ സെറ്റ്, ഒരു ഡൈനിങ് സെറ്റിന് നമുക്ക് എത്രയായിട്ടുണ്ടാവും? ഇതൊരു 4-4.5 രൂപ ആവും. 4-4.5, കാരണം അത്രയും ക്രാഫ്റ്റ് മാൻ ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇത് 10 സീറ്റാണ്, 2 സീറ്റ് അപ്പുറം കിടപ്പുണ്ട്. 10 സീറ്റാ. അതാണ് കുറച്ചുകൂടെ വീതി ഉള്ളത് അല്ലേ? അങ്ങനെ. എന്നിട്ട് ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് ക്ലീനിങ് കുഴപ്പമുണ്ടാവില്ല അല്ലേ? പിന്നെ ഇവിടെ ഈ പാർട്ടീഷൻ ഉള്ളത് CNC കട്ടിങ്ങിൽ ചെയ്തെടുത്തതാണ്. ഇവിടെ ഇപ്പൊ ഇങ്ങനത്തെ ഫുള്ള് കട്ടിങ്ങും ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ആവുമ്പോ നമ്മളെ കാലാവസ്ഥയിൽ പൊടി അടിയാനുള്ള സാധ്യത ഒന്നുമില്ല. ഇതിനകത്ത് പൊടി കയറാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. കഴിവതും ഇതൊന്നും തുറന്നിടുന്നില്ല. കഴിവതും ഇവിടെ ശരിക്കും കറണ്ട് ചെലവൊക്കെ എത്ര വരുന്നുണ്ട്? ഒരുപാട് ലൈറ്റുകൾ ഉള്ളതുകൊണ്ട്. ഇവിടെ ഞാൻ സോളാറുണ്ട്. അതുകൊണ്ട് സോളാർ ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ ഇങ്ങോട്ട് പൈസ കിട്ടും. അപ്പൊ നമുക്ക് ഇനി കിച്ചൺ നോക്കി നോക്കാം. ഇവിടെ കിച്ചൺ അല്ലേ വരുന്നത്? അതെ. ഇതിന് പറയുന്നത് ജ്യൂസ് കൗണ്ടർ എന്നാണ്. ജ്യൂസ് കൗണ്ടർ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഒരു അടിപൊളി ഏരിയ ആണ് അല്ലേ? എല്ലാം സെർവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഓക്കെ, കിച്ചൺ ആണെങ്കിലും നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഗ്രാനൈറ്റ് ആണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഈ ക്യാബിനറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. തേക്കാണ്. ഓക്കെ. ഈ ഒരു വീട് ഇപ്പൊ പണിത് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇതിപ്പോഴേ ഒരു 7 വർഷം 8 വർഷം എടുത്താ പണിത്. കൊറോണയുടെ കുറിച്ചുള്ള അടച്ചിട്ടിരുന്നു. പിന്നെ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോൾ താമസമായിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പൊ ഈ 1 വർഷത്തിൽ നമുക്ക് ക്യാബിനറ്റ്സിനൊന്നും മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ പെയിന്റ് ഫിനിഷ് അല്ലേ ചെയ്തിട്ടുള്ളത്? നല്ല വർക്കായത്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇത്രയും ഏരിയാസ് ആണ് നമുക്ക്. 2 ബെഡ്റൂം, ഒരു ഓഫീസ് ഏരിയ, കിച്ചൺ, ഡൈനിങ്, ഈ മെയിൻ ഹാൾ, ഇതൊക്കെയാണ് താഴ്ഭാഗത്ത് വരുന്നത്. പിന്നെ നമ്മളെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് ഏരിയ ആണ്. ഇതാണെങ്കിൽ നമ്മൾ കാസ്റ്റ് അയണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ? കാസ്റ്റ് അയൺ വിത്ത് വുഡ് ആണ് ഹാൻഡിൽ വരുന്നത്. അപ്പം ഇതൊക്കെ ചെയ്തെടുക്കാൻ നല്ല പണി, ഒരു ക്രാഫ്റ്റ് മാൻ തന്നെ വേണ്ടി വരുമല്ലോ. ഇത് പണിതെടുക്കാൻ തന്നെ അവര് കുറച്ച് കാലം എടുത്തിട്ടുണ്ടാവും അല്ലേ? ഞാൻ ശക്തമായിട്ട് അവരെ സംസാരം വരും. സംസാരം ചിലപ്പം അതുപോലെ സ്ട്രോങ് ആകും എന്നൊക്കെ ഇതിനകത്ത് വന്നേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ സമയത്ത് കിട്ടും. പിന്നെ ഈ സ്റ്റെയർ ഒക്കെ സെൻസേർഡ് ആണ് അല്ലേ? നമ്മൾ കയറുമ്പോൾ ലൈറ്റ് ഓൺ ആവുന്ന സെൻസേർഡ് ആയിട്ടുള്ള സ്റ്റെയർസ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു താഴെ എല്ലാവരും കാണാനും സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അടിപൊളിയാണ് ഈ ഡോമും ആ ഒരു വർക്കും ഒക്കെ. അവിടെയൊക്കെ വാൾപേപ്പർ തന്നെയല്ലേ കൊടുത്തിട്ടുള്ളത്? ഇവിടുന്ന് നമുക്കാണെങ്കിൽ ആ ഷാൻഡിലിയറിന്റെ കറക്റ്റ് ഭംഗി കാണാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഡിസൈൻസ്, ചെറിയ ചെറിയ ഭയങ്കര ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് ഒക്കെ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ചിൽഡ്രൻസിന്റെ ഈ ഒരു ഷാൻഡിലിയർ ആണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. റോസ് ഒക്കെ ആയിട്ട് പിങ്ക് കളറില്
പെൺകുട്ടികളായതുകൊണ്ടായിരിക്കില്ല ഒരു പിങ്ക് തീമിൽ പോയിട്ടുണ്ടാവുക. അങ്ങനെ വരാം. അപ്പോൾ നല്ല ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു ബെഡ്റൂമാണിത്. ഇതിന്റെ വാർഡ്രോബ് ഒക്കെ ആണെങ്കിലും വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. സ്റ്റിക്കറൊക്കെ മക്കളൊട്ടിച്ചതാണ്. ഇത് അവരുടെ പരിപാടി. ഇപ്പോഴേ കാണുന്നത് കേട്ടോ. ചേട്ടൻ കണ്ടിട്ടില്ല, മകന്റെ മക്കൾ ഒട്ടിച്ചിട്ടുള്ളതാണ്. എല്ലാം ബാർബി സ്റ്റിക്കേഴ്സ് ഒക്കെ, പക്ഷെ അത് കറക്റ്റ് ഗ്രിഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു ഭംഗിയുണ്ട്. ഞാൻ പണിത് കൊടുത്തപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവര് ഭംഗിയോടെ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് നടുവിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് അല്ലേ? താഴെയുള്ള അതേ സൈസ് തന്നെയാണ് വരുന്നത്. ഫുള്ള് ഈ ഗോൾഡൻ വർക്ക് വരുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രീമിയം റോയൽ ഫീല് വരുന്നത് അല്ലേ? ആ ഒരു ഗോൾഡൻ വൈറ്റിലാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ വുഡിൽ ചെയ്തിട്ട് പെയിന്റ് ചെയ്യാണോ ചെയ്തത്? പെയിന്റ് ആവുമ്പോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കുമ്പോ ചെറുതായിട്ട് പോകാനുള്ള ചാൻസ്, ഇനി റീടച്ച് അങ്ങനെയൊന്നും പോകുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? നമുക്ക് എത്ര കാലം കൂടുമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്നുണ്ട്? ഇത് വർഷം തോറും ഒരു ചെറിയ ചെറിയ വർക്കൊക്കെ വേണം. കാരണം പല പല കളർ ഷെയ്ഡൊക്കെ ആയതുകൊണ്ട് അല്ലേ? അതല്ലാത്ത മെയിൻ വർക്കൊന്നും ഇതുവരെ ആയിട്ടില്ലല്ലോ. ഞങ്ങൾ സ്ഥിരമായി താമസം തുടങ്ങിയിട്ടുമില്ല. ഓക്കെ, അപ്പൊ വലിയ കുഴപ്പങ്ങളില്ല, അതുപോലെ പോകുന്നു. പിന്നെ മെയിൻ്റെനൻസ് വരും, വർഷത്തിൽ ഒരു ചെറിയ ഔട്ട്സൈഡൊക്കെ ടച്ചിങ് വരും. ഇൻസൈഡ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഓ, അപ്പം ഇതാണ് നമ്മൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഷാൻഡിലിയർ ഉണ്ട് കേട്ടോ. എല്ലാ ബെഡ്റൂമിലും ഷാൻഡിലിയർ കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്പെഷ്യൽ ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഷാൻഡിലിയേഴ്സും ഭയങ്കര ഭംഗിയൊക്കെ കാണും, കാരണം ഈ പുറത്തുനിന്നുള്ള ഡിസൈൻസ് ആണ്, ഇവിടെ ഒന്നും കാണാത്ത കൈൻഡ് ഓഫ് ഡിസൈൻസ് ആണ്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട്, അതേപോലെ തന്നെ ടോയ്ലറ്റും വരുന്നുണ്ട്. ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ്. ഫുള്ള് ഗോൾഡൻ ഷെയ്ഡ്, നമ്മൾ ബെഡ്റൂമിനെ പോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടാണ് ഉള്ളത്. ആൻഡ് ഇത് സ്ലാബുമ്മയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് വരുന്നത്. ഗ്രാനൈറ്റ് ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഇവിടെയാണെങ്കിൽ നമുക്കൊരു ഗോൾഡൻ ടൈലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടോയ്ലറ്റാണ്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് എന്തൊക്കെയാണ്? ഒരു ഹോം തിയേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു സ്നൂക്കർ ഏരിയ ഉണ്ട് അല്ലേ? ഇവിടെയാണെങ്കിൽ നമുക്കൊരു താഴെയുള്ള പോലെ തന്നെ ആ വലിയ ഡോറ് അല്ലേ? നമ്മൾ ആ സ്റ്റെപ്പിന് കൊടുത്ത അതേ ഡിസൈനാണ് ഇവിടെയും ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓ, നല്ല ഭംഗിയുള്ള, നമ്മളെ ലാൻഡ്സ്കേപ്പ് മൊത്തം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ? ഓ, നന്നായിട്ടുണ്ട്. ഇത് കുറച്ച് അറബിക് സ്റ്റൈലാണോ ഈ ഷാൻഡിലിയർ? ഇത് എവിടുന്നാണ് വാങ്ങിയത്? ചൈനേന്റെ ആണ് അല്ലേ? ഒരു കാണാത്ത ടൈപ്പ് ഓഫ് ഡിസൈൻ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ പുറത്താണെങ്കിൽ ഈ കുറെ മീനുണ്ട്, അതേപോലെ ആടുണ്ട്, അല്ല ഡിയർ ഉണ്ട്, പിന്നെ പുറത്ത് സിംഹം ഉണ്ട്. ഒരു അനിമൽ ലവർ ആണോ? കുറച്ചൊക്കെ അതല്ല, ഇതൊക്കെ ഒരു ഐഡിയ, ആശയമാണ്. ഞാൻ തന്നെ ഒരാളിനെ ചെയ്യിപ്പിച്ചത് ഈ ആശയം ഇതൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആരും കാണാത്തത് വേണമെന്നായിരുന്നു. ഇരിക്കാനുള്ളത് അല്ലേ? കണ്ടു, രണ്ട് ഭാഗത്തും കണ്ടു. മറ്റേ ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ്. അപ്പൊ നമുക്ക് വൈകിട്ടൊക്കെ വന്നിരിക്കാനും എല്ലാം. അതും ആരോ കോൺസെപ്റ്റ്, ആർക്കിടെക്ടിന്റെ കോൺസെപ്റ്റ് ആയിരുന്നോ അതോ സാറിന്റെ? അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്കുണ്ട്. ആർക്കിടെക്ട് പറയാത്ത കാര്യങ്ങൾ ആർക്കിടെക്ട് ചെയ്തത് അവരെ കുറ്റം പറയില്ല. ചിലതൊക്കെ ഞാൻ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, പൊളിച്ചു പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ മൊത്തം വീട് നോക്കാൻ ഇപ്പൊ ചേട്ടനൊന്നും ഇവിടെ ഇല്ലല്ലോ, അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇവിടെ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും? ഇപ്പൊ 3 പേരുണ്ട്. 3 പേരുണ്ട്. 3 പേര് കൊണ്ട് ഇതൊക്കെ തികയുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി അങ്ങോട്ട് കൂടെ ഒന്ന് പോയോ? നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കണ്ണ് ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട്. പക്ഷെ ഇത് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ ചെയ്യുക? ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഞാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അത്ര പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ചെയ്യണം. ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പ്രയാസമാണ് ഈ സൈഡിൽ. പിന്നെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ സംവിധാനത്തിലൂടെ നിന്നുകൊണ്ട് തുടച്ചാൽ പറ്റിയാവും, തുടയ്ക്കണം. വലിയ പ്രയാസമുള്ള സംഗതിയാ കാര്യം. നമ്മൾ പൊതുവെ ഈ പബ്ലിക് ബിൽഡിങ്സിനൊക്കെയാണല്ലോ ഇങ്ങനെ കൊടുക്കലല്ലേ, വീടിനെ ഇങ്ങനെ കൊടുക്കല്, ഡോം കൊടുക്കല് അത്ര കൊടുക്കാറില്ലല്ലോ അല്ലേ? അതെ അതെ. ഇവിടെ നമ്മൾ ഈ വാൾപേപ്പറും പെയിന്റിംഗ് വർക്കും ഒക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ടില്ല. അവരത് ഇത് അടിയിൽ സ്റ്റാൻഡിട്ട് മൂടി വരെ സ്റ്റാൻഡിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്, ഇവിടെ ഒരു സ്നൂക്കർ ടേബിൾ ഉണ്ട്. ഇത് കളിക്കലുണ്ടോ പിള്ളേരും?
അല്ലേ? ഇല്ല, ഇനി കൃത്യമായിട്ട് മോനും കളിക്കും, പിന്നെ ഓരോ കളിക്കും. ഇനി പിള്ളേർ കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് അത്ര അതെ അതെ, കുറച്ചുകൂടെ വലുതാവാനുണ്ട്. ഇത് നിങ്ങൾ ത്രെഡ് ചെയ്തതാണ്, ഉള്ള എല്ലാം നൂലാണ്. ആണല്ലേ? ഓക്കെ. അത് എവിടുന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? ചൈനയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ. ഫുള്ള് ത്രെഡ് വർക്കിലാണ് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ? ഓ, ഭയങ്കര ഭംഗിയുള്ള ഒരു വർക്കാണ്. എല്ലാം ത്രെഡിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പൊ നമുക്ക് ഇനിയാണെങ്കിൽ ഇവിടെ ഒരു ഹോം തിയേറ്റർ വരുന്നുണ്ട്. ഇത് ബാർ കൗണ്ടർ ആണ്. അതെ. ഇത് എങ്ങനെ എയർപോർട്ടിലൊക്കെ പോകുമ്പോ അവിടുന്ന് കാണുന്ന അങ്ങനത്തെ ഒരു ക്രേസ് ഉണ്ടോ? സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറില്ല. ഇല്ല. ഓക്കെ ഓക്കെ. പക്ഷെ നല്ലൊരു അറേഞ്ച്മെന്റ് ആക്കിയിട്ടുണ്ട്. ഉപയോഗിക്കാറില്ല. ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ ഹോം തിയേറ്റർ. അപ്പം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കാണാനും എല്ലാം പറ്റുന്ന ഒരു സ്പേസ് ആണ് അല്ലേ? ഇതിന്റെ സീലിംഗ് ഒക്കെ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റ് കളർ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആ ഒരു സ്റ്റാർസ് പോലെ അല്ലേ? അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഹോം തിയേറ്റർ ഉണ്ട്. അപ്പം ഇത്രയും ഏരിയ ആണ് നമുക്ക് മേലുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പം ചേട്ടനും ചേച്ചിയൊന്നും ഇവിടെ തീരെ ഉണ്ടാവില്ലല്ലോ. അപ്പം ആരാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ? ഒരു മെയിൻ ആള് വേണമല്ലോ. അങ്ങനെ ആരാ ഉള്ളത് ഇവിടെ? ഇവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശ്രീകുമാർ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ വെച്ച് സംസാരിക്കും, പിന്നെ അവിടുന്ന് ഫോണിലൂടെ സംസാരിക്കും. ഈ മെയിൻ്റെനൻസിന് തന്നെ നമുക്ക് എത്ര കോസ്റ്റ് വരും? കാരണം ഇത് 3 മാസം അങ്ങനെ കുറെ അടുത്തടുത്ത് തന്നെ ആയിട്ട്. ശരിയാണ്. ഇപ്പൊ തന്നെ ഒരാള് 10,500 രൂപ കൊണ്ടുപോയി. ഇന്ന് രാവിലെ കൊണ്ടുപോയി 10,500. എന്തിനാന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ജനറേറ്റർ സർവീസ് ചെയ്തെന്നും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂള് ക്ലീനിങ്ങിന് സ്വിമ്മിംഗ് പൂളിന്റെ ആള് വരും, മാസത്തോടെ പുള്ളി കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിന്റെ ആള് വരും, അത് എല്ലാ മാസവും അവര് കൊണ്ടുപോകും. മാസം 1-2 പ്രാവശ്യം വരും അവര്, 2 മാസം കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. അപ്പൊ മെയിൻ്റെനൻസിന് നമുക്ക് ഏകദേശം ചെതല് വരാതെയും ഫംഗസ് വരാതെയും മരുന്നടിക്കണം, കറക്റ്റ് സമയത്ത് നോക്കിയിരുന്ന് അടിക്കണം. ഇല്ലെങ്കിൽ ചെതല് വന്നാൽ മൊത്തത്തിൽ പണിയാണ്. ഫംഗസ് വന്നാലും അതുപോലെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചെമരകളൊക്കെ വാൾപേപ്പർ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. ഈ വാൾപേപ്പർ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ചെറിയ ഗ്ലിറ്റർ വർക്ക് വരുന്നുണ്ട് അല്ല, ഒരു ഷൈനിങ് ഉണ്ട്. ഭയങ്കര ആ ഒരു എല്ലായിടത്തും വരുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു വോളാണ്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. ഇനിയുള്ള പുതിയ എപ്പിസോഡിൽ പുതിയ മനോഹരമായ വീടുകൾ നമുക്ക് കാണാം. ബൈ. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം? സാധ്യമാക്കാം RAG ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ചുകൾ.